യോശുവയുടെ പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നത് എന്താ? സ്തോത്രം, ഹല്ലേലൂയ. സംഖ്യാപുസ്തകം അതിൻ്റെ ഓക്കെ, ഞാൻ ആ ഭാഗം നോക്കി എടുത്തിട്ട് തരാം. മടങ്ങി വരാം. സ്വതന്ത്രം യോശുവയുടെ പുസ്തകം തന്നെ വായിച്ചു. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശം അപ്പോ അവിടെ പറയുകയാണ്, സ്തോത്രം, ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളെയുള്ള ഭീതി, സ്തോത്രം. ദൈവജനത്തെ മറ്റുള്ളവർ ഭയപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കൂടെ ദൈവമുണ്ടെന്നുള്ളതാണ് ആ വ്യത്യാസം. നമുക്കതൊരു ബോധമുണ്ടോ? അവർക്ക് ബോധമുണ്ട്. ദൈവമില്ലാത്തവർക്കൊരു കാര്യം അറിയാം, ദൈവമുള്ള ജനത്തെ അവർക്ക് പേടിയാണ്. കാരണം എന്താ? അവരുടെ കൂടെ ഒരു ദൈവമുണ്ടെന്നുള്ളതാണ്. നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു, ഈ ദേശത്തിലെ നിവാസികളെല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്നും ഞാൻ അറിയുന്നു. നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ദൈവമക്കളെ, എത്ര പേർ ആ പദവി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊന്നും ചെയ്യണ്ട, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് കേട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും, ഹല്ലേലൂയ, ഇവരോടുകൂടെ ദൈവമുണ്ട്. നമ്മെക്കുറിച്ചുള്ള ഭീതി, ഭയം ദേശത്തിൻ്റെ മേൽ വീണിരിക്കുക. ഒരു ദൈവ പൈതൽ ഇതുപോലെ നിന്നു കൊടുക്കാനുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഒരു കാലേബിനെ പോലെ, യോശുവയെ പോലെ നിന്നു കൊടുക്കാൻ ഒരുവനുണ്ടെങ്കിൽ അവൻ മുഖാന്തരം ദേശത്ത് ദൈവത്തിൻ്റെ ഭീതി അയക്കുവാൻ ഈ ദൈവത്തിന് ഇന്നും മനസ്സുണ്ട്. ഹല്ലേലൂയ.